ഹലോ ഫ്രണ്ട്സ്, ഇതൊരു പുതിയൊരു സീരീസ് ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണ്. എനിക്കും പഠിക്കാൻ താല്പര്യമുള്ള ഒരു വിഷയമാണ് സ്റ്റോക്കിന്റെ ചാർട്ട് റീഡ് ചെയ്യുക എന്നുള്ളത്. സ്റ്റോക്ക് പല പല സ്റ്റോക്ക് സെലക്ട് ചെയ്യുക, റീഡ് ചെയ്യുക. ചിലപ്പോൾ ഒരു സ്വിങ്ങിനൊക്കെ പറ്റി കിട്ടിയാലോ. ഓക്കെ, അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പിന്നെ ഒരു ABB എന്ന് പറഞ്ഞ സ്റ്റോക്ക്, ABB ഇന്ത്യ എന്ന് പറഞ്ഞ സ്റ്റോക്ക് സെലക്ട് ചെയ്ത് വെച്ചൊക്കെയാണ്. നമുക്ക് പഠിച്ചു നോക്കാം, എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ, പാറ്റേൺസ് കിട്ടുന്നുണ്ടോ, അങ്ങനെ നല്ല വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് വാച്ച് ലിസ്റ്റ് ഇട്ട് വെച്ചേക്കാമല്ലോ. ഓക്കെ, ആ ഒരു പർപ്പസിന് വേണ്ടി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഓക്കെ, ഇതിപ്പം 3 മന്ത്സിലാണ് നിൽക്കുന്നത്. ABB ഇന്ത്യ ലിമിറ്റഡ് ബുള്ളിഷ് പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരിക്കാം ഈ മാസം നടക്കുന്നത്. ജൂലൈയിൽ നടന്നിട്ടുള്ളത്. സോറി, 3 മന്ത്സ് ആണ്. 1 മന്തിൽ 3 മന്ത് നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, മെയ് വരെ നല്ല മൂവായിരുന്നു. പിന്നെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരിക്കാം നടക്കുന്നത്. ചെറിയൊരു കറക്ഷൻ, ടൈം ബേസ് കറക്ഷൻ ആയിരിക്കാം. കാരണം അല്ലാതെ പ്രൈസ് വൈസ് ആണെങ്കിൽ കുറച്ചുകൂടെ താഴെ വന്നേ. ഓക്കെ ഓക്കെ, ഇത് വേറെ ഇതിലൊന്നും കിട്ടുന്നില്ല സോണും കാര്യങ്ങളൊന്നും. നമുക്ക് വീക്കിലി നോക്കാം. വീക്കിലിയിൽ മാർക്ക് ചെയ്യാൻ പറ്റിയ സോൺ ഉണ്ട്. ഓക്കെ, ഈ ആയിട്ട് ഒരു നെഗറ്റീവ് ട്രെൻഡ് ലൈൻ സോൺ ഉണ്ട്. ഓക്കെ, ഗ്രീൻ കളർ. ഓക്കെ, റെഡ് കൊടുക്കാം. ഇവിടെ കമ്പൈൻ ചെയ്യാൻ ഓക്കെ, ഇതിന് ഗ്രീനും കൊടുക്കാം. അപ്പോൾ ഒരു പാറ്റേൺ ആയിട്ടുണ്ട്. നമുക്ക് എന്നിട്ട് വേറൊരു സോൺ എന്തെങ്കിലും കൂടെ കിട്ടുമോ നോക്കാം. അപ്പം കിടക്കട്ടെ, നമുക്ക് അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ നോക്കാം. ഇപ്പം എന്തായാലും ഇതിലൊരു ഇത് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട. ഇതിപ്പോൾ എന്തായാലും എനിക്കൊരു പാറ്റേൺ കണ്ടിട്ടുണ്ട്. ഇനി അത് ഡെയിലിയിലൊന്ന് പോയാലോ. ഓക്കെ, ഡെയിലിയിലും ആ പാറ്റേൺ വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ കാരണം ഇവിടെ വരുമ്പോൾ എല്ലാം തിരിച്ചു പോകുന്നുണ്ട്, വരുമ്പോൾ പോകുന്നുണ്ട്. ഇനി അഥവാ വന്ന് ഇവിടുന്ന് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെങ്കിൽ അത് മുകളിലോട്ട് ട്രേഡ് എടുക്കാം. അല്ലെങ്കിൽ പോയി തിരിച്ച് വന്ന് ഒരു റീടെസ്റ്റ് കിട്ടുകയാണെങ്കിൽ ട്രേഡ് എടുക്കാം. ഓക്കെ, അതാണ് ഓപ്പർച്യൂണിറ്റി ഉള്ളത്. അത് എന്തായാലും ഈ സ്റ്റോക്ക് ഞാൻ വാച്ചിൽ സ്റ്റാർട്ട് ചെയ്യും. എന്തെങ്കിലും മൂവ്മെന്റോ കാര്യങ്ങളോ ഒക്കെ നല്ല രീതിയിൽ നടക്കുകയാണെങ്കിൽ ഞാൻ അത് അപ്ഡേറ്റ് ചെയ്യാവുന്നതായിരിക്കും. ഓക്കെ, ഇതുപോലൊരു പാറ്റേൺ കിട്ടിയിട്ടുണ്ട്. ഇപ്പം എൻട്രിയും കാര്യങ്ങളൊന്നുമില്ല. ഇവിടുന്ന് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെങ്കിൽ നോക്കാം. പിന്നെ ഡെയിലി ഈ സോൺ മതിയോ? ഡെയിലിയിലത്തേക്ക് ഒരു സോൺ വരയ്ക്കാം. ഓക്കെ, ഇത് മതിയാവും. അപ്പോൾ നമുക്ക് ഒരു സോണ് കിട്ടിയിട്ടുണ്ട്, ഒരു എന്താ പറയുക, ഒരു പാറ്റേൺ കിട്ടിയിട്ടുണ്ട്. കാരണം ഈ സോണിൽ വന്നിട്ടാണ് വീണ്ടും തിരിച്ചു പോകുന്നത്. ഇവിടെ നിന്ന് ഒരു ബ്രേക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് എൻട്രിക്കും പരിഗണിക്കാൻ പറ്റും. സ്റ്റോക്ക് തന്നെയാണ് ABB ഇന്ത്യ ലിമിറ്റഡ്. ഇപ്പം അതിന് എൻട്രി ഒന്നുമില്ല. നമുക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെച്ചേക്കാം. സ്വിം ചെയ്യുന്ന ആരെങ്കിലും വെച്ചേക്കാം, ഞാനും വെച്ചേക്കും. അറിയണല്ലോ നമ്മൾ ചെയ്തൊരു കാര്യം വർക്ക് ആവുന്നുണ്ടോ ഇല്ലയെന്നോ നോക്കാമല്ലോ. ഇത് FANDOയിലുള്ള സ്റ്റോക്കിന്റെ ലിസ്റ്റ് അടുത്ത് വെച്ചിട്ട് നോക്കുന്നതാണ്. ഇപ്പം ജസ്റ്റ് തുടങ്ങിയതേ ഉള്ളൂ. ABBന്റെ ആൽഫബറ്റിക് ഓർഡർ തുടങ്ങിയുള്ളത് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. ഓക്കെ, ഫസ്റ്റ് സ്റ്റോക്കാണ് അതിൻ്റെ. വേറെ ചെറിയ ടൈം ഫ്രെയിമിൽ കൂടെ നോക്കണം. 4 hours. നമുക്ക് അതിൽ ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് നോക്കാന്നുള്ളതാണ്. പല ഇൻഡിക്കേറ്റേഴ്സ് വെച്ച് സ്വിങ്ങിന്റെ പൊസിഷൻസ് നോക്കാമല്ലോ. അതിന്റെ എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് നോക്കിയാൽ എല്ലാ രീതിയിലും ചെയ്യാം. പ്രൈസ് ആക്ഷൻ വെച്ച് ചെയ്യാം, ഇൻഡിക്കേറ്റർ വെച്ച് ചെയ്യാം, എല്ലാ രീതിയിലും ചെയ്യാം. 4 hours അല്ല, ഇത് തന്നെയാണ് കറക്റ്റ് പാറ്റേൺ. ഇതിപ്പം വേറെ ഓവർ അനാലിസിസ് ചെയ്യുന്നില്ല. ഓക്കെ, താങ്ക് യു. ഇതുപോലെ വീഡിയോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സ്റ്റോക്കുകൾ എടുത്തിട്ട് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉള്ളതോ വരാൻ സാധ്യതയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എടുത്ത് വീഡിയോ ചെയ്ത് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുന്നതാണ്. ഇത് ഞാൻ വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ABB ഇന്ത്യ ലിമിറ്റഡ്.
വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ എങ്ങനെയായിരിക്കും കാര്യങ്ങളെന്നുള്ളത് നോക്കാം. വരും ദിവസങ്ങളിൽ എന്തെങ്കിലും ഇതിൻ്റെ ബ്രേക്കൗട്ടോ ഇത് ഫെയിലായി താഴെ പോയോ ഇതൊക്കെ ഞാൻ എന്തെങ്കിലും വരുന്നതാണെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യുകയോ എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്ര നേരം കണ്ടിട്ടുണ്ടെങ്കിൽ നന്ദി. ഇതും പുതിയ പുതിയ ചാർട്ടുകൾ പഠിക്കണമെന്നൊരാഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്യുന്നതാണ്. ഓക്കെ, അതുവഴി സ്വിമ്മിൻ്റെയോ മറ്റൊക്കെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന സ്റ്റോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും ഡബിൾ ബെനിഫിറ്റ് അല്ലേ, അത്രയും ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങളുടെ സപ്പോർട്ടും എല്ലാം ഉണ്ടാകുമെന്ന് പ്രതീക്ഷയോടെ നിർത്തുന്നു. താങ്ക് യു.